വിശദമായ വാർത്തയിലേക്ക്. ശിവഗിരിയിലെ സനാതന പ്രസ്താവനയോടെ ആർഎസ്എസുമായി ഒരു ഇടവേളയ്ക്ക് ശേഷം പോര് തുറന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിജെപിയും സിപിഎമ്മുമായി രാഷ്ട്രീയ ധാരണ എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നതിനിടെയാണ് പ്രസ്താവനയെ ചൊല്ലി സംഘപരിവാർ പിണറായി പോര് ശക്തമാകുന്നത്. പുതിയ വിവാദത്തിന്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞാണ് പ്രതിപക്ഷവും വിവാദത്തിൽ കക്ഷി ചേരുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സിപിഎമ്മിനെയും പ്രത്യേകിച്ച് പിണറായി വിജയനെ വളരെയധികം പ്രതിരോധത്തിലാക്കിയതാണ് ബിജെപിയുമായി രാഷ്ട്രീയ ധാരണയെന്ന ആരോപണം. മുസ്ലിം വോട്ട് ബാങ്കിനെ ഉപേക്ഷിച്ച് പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള സിപിഎം നീക്കമായി പ്രതിപക്ഷം ഇതിനെ വ്യാഖ്യാനിച്ചു. എന്നാൽ ശിവഗിരി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ സനാതനധർമ്മ പ്രസ്താവന ഈ രാഷ്ട്രീയം മാറ്റിമറിക്കുന്നു. ശ്രീനാരായണ ഗുരുവിനെ സനാതനധർമ്മ ചട്ടക്കൂടിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന നിലപാടിലൂടെ സനാതനധർമ്മത്തിലെ ബ്രാഹ്മണിക്കൽ രീതികളെയാണ് പിണറായി ചോദ്യം ചെയ്തത്. ബിജെപിയുടെ ദേശീയ നേതാക്കൾ പിണറായിക്കെതിരെ രംഗത്തെത്തിയതോടെ വിഷയം ദേശീയ മാധ്യമങ്ങളിലടക്കം മുഖ്യ ചർച്ചയായി. മുഖ്യമന്ത്രി നിലപാട് ആവർത്തിക്കുക കൂടി ചെയ്തതോടെ പിണറായി വിജയനും സംഘപരിവാറും തമ്മിലുള്ള നേരിട്ട ഏറ്റുമുട്ടലായി വിഷയം മാറുകയാണ്. The chief minister is only criticizing the Sanatana Dharma. It does not. It goes soft on other and is specifically targeting the majority. അവർ പറഞ്ഞത് വോട്ട് ബാങ്കിനെ കണക്കാക്കി പറഞ്ഞാണ്. സനാതന ധർമ്മത്തെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സംഘപരിവാർ പിണറായി ധാരണയെന്ന രാഷ്ട്രീയ കറ കഴുകിക്കളയാൻ പുതിയ വിവാദത്തെ സിപിഎം ആയുധമാക്കുന്നുവെന്ന് പ്രതിപക്ഷം സംശയിക്കുന്നു. ആർഎസ്എസിന് ആയുധം നൽകലാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. മുഖ്യമന്ത്രി അത് സനാതന ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമമാണ്, അത് ചാതുർവർണ്ണത്തിന്റെ ഭാഗമാണ് എന്നെല്ലാം പറഞ്ഞ് അത് കൊണ്ടുപോയിട്ട് സംഘപരിവാറിന് ചാർത്തി കൊടുക്കാണ്. സംഘപരിവാറിന് മാത്രം അവകാശപ്പെട്ടതാക്കി മാറ്റാണ് സനാതനധർമ്മത്തെ. മുഖ്യമന്ത്രി ഉയർത്തിവിട്ട സനാതനധർമ്മ പ്രസ്താവന സിപിഎം വേദികളിലും കൂടുതൽ ചർച്ചയാവും. പാർട്ടി സമ്മേളന വേദികളിൽ മറ്റു നേതാക്കളും വിഷയം ഉന്നയിക്കുന്നതിലൂടെ സംഘപരിവാറുമായി നേർക്കുനേർ പോരാട്ടമെന്ന പഴയ മുഖം തിരികെ പിടിക്കലാവാം സിപിഎമ്മിന്റെ തന്ത്രം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.